വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. എല്ലാവരും ഒരേപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കും, പക്ഷെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല തീരുമാനങ്ങളെടുത്തു, അത് ചെയ്യാനായി പല കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ആ കാര്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. വായിക്കണമെന്നുണ്ട്, നേരത്തെ എഴുന്നേൽക്കണമെന്നുണ്ട്, സ്മോക്കിംഗ് വിടണമെന്നുണ്ട്, വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ട്, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് പായണമെന്നുണ്ട്, പക്ഷേ ഒരിക്കലും സാധിക്കുന്നില്ല. എല്ലാം തുടങ്ങി വയ്ക്കും, പക്ഷേ അത് സാധിക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ട്രിഗേഴ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. മാർഷൽ ഗോഡ്സ്മിത്ത് എഴുതിയ ഈ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, സ്പാർക്കിംഗ് പോസിറ്റീവ് ചേഞ്ച് ആൻഡ് മേക്കിംഗ് ഇറ്റ് ലാസ്റ്റ്, പോസിറ്റീവായ ചേഞ്ച് ഉണ്ടാക്കുക, അത് ദീർഘകാലം ലക്ഷ്യത്തിലെത്തുന്നത് വരെ പിന്തുടരുവാനായിട്ട് ഇടയാക്കുക. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യവും സ്പഷ്ടവുമായി പറയുന്ന ഒരു പുസ്തകമാണ് മാർഷൽ ഗോഡ്സ്മിത്തിൻ്റെ ട്രിഗേഴ്സ്. ട്രിഗേഴ്സ് എന്ന് തന്നെയാണ് അതിനെ പറയാനുള്ളത്. ട്രിഗേഴ്സ് ആണ് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മെ അത് ചെയ്യാതിരിക്കുവാനായി ഇടയാക്കുകയും ചെയ്യുന്ന കാര്യം. അപ്പോൾ ട്രിഗേഴ്സ് എന്താണ്, ആ ട്രിഗേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും, ട്രിഗേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വളരെ രസകരമായും ഒപ്പം തന്നെ അഗാധമായും പരാമർശിക്കുന്ന പുസ്തകമാണിത്. നാമും തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോകുക എന്നുള്ളത്. എല്ലാവരും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം എത്രയോ മഹത്തരമായി മാറിയേനെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്ത വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ? ഒരുപക്ഷെ ആ ഒരു വിഘാതത്തെ അല്ലെങ്കിൽ ആ ഒരു ഹഡിലിനെ നാം മറികടക്കുകയാണെങ്കിൽ നമുക്ക് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. സ്പാർക്കിംഗ് പോസിറ്റീവ് ചേഞ്ച്, പുതിയതായ മാറ്റം കൊണ്ടുവരിക, ആൻഡ് മേക്കിംഗ് ഇറ്റ് ലാസ്റ്റ്, ആ ചേഞ്ച് ലാസ്റ്റിംഗ് ആയി അവസാനം വരെ നിലനിർത്തുവാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പല പുസ്തകത്തിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹാബിറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ട്രിഗർ അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നതാണ്. ഏത് കാര്യം ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാനായിട്ടും ഹാബിറ്റ് ഉണ്ടാകാനായിട്ടും ഒരു പ്രത്യേക കാരണമുണ്ട്, സാഹചര്യമുണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഈ ട്രിഗേഴ്സാണ് എല്ലാ സാഹചര്യങ്ങളിലും, ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും നമ്മെ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കാരണമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ട്രിഗേഴ്സിനെ കണ്ടെത്തുകയും അതിനെ ഒഴിവാക്കുവാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുക. എലിമിനേറ്റിംഗ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് ആങ്കർ ചെയ്യാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഏറ്റവും അധികം ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെൻ്റ് ആണ്. നാം ഏത് സ്ഥലത്താണ് ആയിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്, അതാണ് എപ്പോഴും നമ്മെ ട്രിഗർ ചെയ്യുന്ന നമ്മുടെ ഫാക്ടർ. നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? നാം മൊബൈലാണ് ആദ്യം കാണുന്നത്, അത് നല്ലൊരു പുസ്തകമാണോ കാണുന്നത്, നമ്മുടെ മുറിയിൽ മൊത്തം അലങ്കോലമായി കിടക്കുകയാണോ? ഇങ്ങനെ ധാരാളം ട്രിഗേഴ്സ് ഉണ്ട്, ട്രിഗറിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ട്രിഗറിനെ ഒഴിവാക്കുവാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി എല്ലാ ദിവസവും വാഹനം പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി കഴിയുമ്പോൾ അദ്ദേഹം വന്ന് പറയും, വണ്ടി മാറ്റിയിടണം. ഇത് എല്ലാ ദിവസമായപ്പോൾ എനിക്കും എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ വളരെ ദേഷ്യത്തോടെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇത് ട്രിഗറിങ് ഫാക്ടറാണ്. അദ്ദേഹം നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് പറയുന്നു, വണ്ടി ഇവിടെയല്ല ഇടേണ്ടത്, കുറച്ചുകൂടി മാറ്റിയിടണം. ഇത് ട്രിഗറിങ് ഫാക്ടറാണ്, അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. അത് മാറ്റിയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നേറുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഈ പുസ്തകത്തിൽ ഊന്നി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു, നെഗറ്റീവായ ഹാബിറ്റിനെ ഒഴിവാക്കുവാൻ തീരുമാനിച്ചു, പോസിറ്റീവായ ഹാബിറ്റ് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് തടസ്സമായിരിക്കുന്നത് ഏത് ട്രിഗറിങ് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഏത് എൻവയോൺമെൻ്റ് ആണ്? എൻ്റെ കൂട്ടുകാരാണോ, എൻ്റെ സുഹൃത്തുക്കളാണോ, എൻ്റെ വീട്ടുകാരാണോ, അതെയോ സാമ്പത്തിക പ്രശ്നങ്ങളാണോ, അതെയോ കണ്ടിന്യൂസ് ആയ നെഗറ്റീവ് തോട്ട്സ് ആണോ? ഈ എൻവയോൺമെൻറ്റും ട്രിഗറിങ് ഫാക്ടറും തീർച്ചയായും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവായ ചേഞ്ച് കൊണ്ടുവരാൻ ആവശ്യമായിട്ട് കാര്യമാണ്. എന്നാൽ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കുവാനുള്ള കാര്യമാണ്. ഓരോ സമയത്ത് രണ്ടും വേണം. സെൽഫ് ഡിസിപ്ലിനിലൂടെ പോസിറ്റീവായ കാര്യം കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ വിജയം നേടണം. എന്നാൽ നെഗറ്റീവായ ചില കാര്യങ്ങളുണ്ട്, അത് ട്രിഗേഴ്സ് ആയിരിക്കാം, എൻവയോൺമെൻ്റ് ആയിരിക്കാം, അതിനെ അവോയ്ഡ് ചെയ്യുവാനും സാധിക്കണം. സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. ഈ പുസ്തകത്തിൽ കാണുന്ന ഒരു വാക്കാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്
മൂവ് ചെയ്യാതിരിക്കുക. ഓട്ടോ പൈലറ്റായി തന്നെ നമുക്ക് ഒന്നും ചെയ്യാതിരുന്നാൽ അത് നല്ലത്. വർക്ക് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ എപ്പോഴും കിടന്ന് ഉറങ്ങിയാൽ, ചുമ്മാ ഒരു സ്ഥലത്ത് ഇരുന്നാൽ, ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരു പുതിയ കാര്യം ചെയ്യാൻ ബ്രെയിനും ഇഷ്ടമല്ല, നമ്മുടെ ബോഡിക്കും ഇഷ്ടമല്ല. റെസ്റ്റ് റിലാക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഇനേർഷ്യ എല്ലാവരെയും മടുപ്പിക്കുകയും ഒരു കാര്യം ചെയ്യുവാനുമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നാം ചെയ്യാതിരിക്കാനായിട്ടാണ്, ഒന്നും ചെയ്യാതിരിക്കാനായിട്ടാണ്, ഒരു കാര്യവും ആക്ട് ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആഗ്രഹിക്കുന്നത്. അതിനെ നാം തീർച്ചയായും മറികടക്കണം. അതിനാണ് ഇദ്ദേഹം പറയുന്നത്, വി ആർ സുപ്പീരിയർ ഇൻ പ്ലാനിങ് ബട്ട് ഇൻഫീരിയർ ഇൻ ഡൂയിങ്. വി ആർ സുപ്പീരിയർ പ്ലാനേഴ്സ് ബട്ട് ഇൻഫീരിയർ ഡൂവേഴ്സ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ IAS പഠിക്കാനായിട്ട് ശ്രമിച്ചയാളാണ്. എല്ലാ പുസ്തകവും വാങ്ങി കെട്ടുകെട്ടായി വായിച്ചു തുടങ്ങി. പക്ഷേ കൺസിസ്റ്റൻ്റായി എത്ര നാൾ എനിക്ക് വായിക്കുവാൻ സാധിച്ചു? ഇപ്പോൾ നാം പ്ലാൻ ചെയ്ത് ഇന്നത് പഠിക്കണം, ഇന്ന വർഷമാകുമ്പോൾ IAS കിട്ടും, നാം പാസ്സാകും, എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ അതിനുവേണ്ടി എന്ത് ആക്ഷനാണ് നാം എടുത്തത്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായും ഓർക്കുക. നമ്മുടെ എൻവയോൺമെൻറ്റും ട്രിഗേഴ്സും. അപ്പോൾ ട്രിഗേഴ്സിനെ കുറിച്ച് ധാരാളം എക്സാമ്പിൾസ് പറയുന്നുണ്ട് പുസ്തകത്തിൽ. എന്താണ് ട്രിഗേഴ്സ്? പലതരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് ട്രിഗേഴ്സ്, ഇൻഡയറക്റ്റ് ട്രിഗേഴ്സ്, നേരിട്ടും അല്ലാതെയുമുള്ളത്. ഇനി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രിഗേഴ്സ്, പുറത്ത് നടക്കുന്ന ഒരു കാര്യമാകാം, അകത്ത് നടക്കുന്ന ഒരു കാര്യമാകാം. കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, മനഃപൂർവ്വമാകാം, അല്ലാതെയുമാകാം. ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ്, നേരത്തെ നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു ട്രിഗർ ഉണ്ടാകുമെന്ന്, പക്ഷെ ചിലത് പെട്ടെന്ന് ഉണ്ടായി. പെട്ടെന്ന് വണ്ടി ഓടിച്ച് പോയപ്പോൾ ആരോ വട്ടം ചാടി, നാം ആളെ ചീത്ത വിളിക്കുന്നു. അതല്ലെങ്കിൽ ഒരാൾ നമ്മോട് എന്തെങ്കിലും വേണ്ടാത്തൊരു ചോദ്യം ചോദിച്ചു, നാം പെട്ടെന്ന് പ്രൊവോക്ഡ് ആകുന്നു. ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റഡും അൺആൻറ്റിസിപ്പേറ്റഡുമാണ്. ഇനി എൻകറേജിങ് ആൻഡ് ഡിസ്കറേജിങ്, ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യും. ചിലരുടെ വാക്കുകളാകാം, ചില സാഹചര്യങ്ങളാകാം, ചിലരുമായി സംസാരിക്കുമ്പോഴാകാം, ചില കാര്യങ്ങൾ കാണുന്നതാകാം. അപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ധാരാളം എനർജി ഉണ്ടാകും. ഇപ്പോൾ ക്ലാസ് എക്സ്പയർഡ് ആൻഡ് ക്ലാസ് ഇൻസ്പയർഡ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ചില ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇൻസ്പയർഡ് ആകും, പക്ഷേ ചിലർ വന്നാൽ നാം അടുത്തു പോകും. അപ്പോൾ ഈ എൻകറേജിങ്ങും ഡിസ്കറേജിങ്ങുമായിട്ടുള്ള ചില ഫാക്ടേഴ്സ്, അത് ട്രിഗേഴ്സാണ്. ഇനി അവസാനത്തെ കാര്യം പ്രൊഡക്റ്റീവ് ആൻഡ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ട്രിഗേഴ്സ്. നമ്മൾ പ്രൊഡക്ടിവിറ്റി ആക്കാനുള്ള ചില കാര്യങ്ങളും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ താഴേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ബാക്കിലേക്കായിരിക്കും. അപ്പോൾ എഫക്റ്റീവ്ലി നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ആൻഡ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ട്രിഗേഴ്സ്, അതും നമ്മുടെ ജീവിതത്തിലെ പിന്നോട്ട് വലിക്കുവാനായിട്ട് ഇടയാക്കുന്നതാണ്. എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഏതെല്ലാം ഫാക്ടേഴ്സാണ്, ട്രിഗേഴ്സാണ് നമ്മെ പിന്നിലേക്ക് വലിക്കുന്നത്. അത് ഏതാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ ഒഴിവാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് വിജയം സുനിശ്ചിതമാകുന്നത്. നമുക്ക് കാര്യങ്ങൾ പടിപടിയായി പ്ലാൻ ചെയ്തതുപോലെ ഡൂവേഴ്സും ആകുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ക്വസ്റ്റ്യൻസ്. പലപ്പോഴും നാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ജീവിതത്തിൽ എല്ലാ ദിവസവും ജേർണലൊക്കെ എഴുതുന്നവർ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നവർ പല ചോദ്യങ്ങളും ചോദിക്കും. ഞാൻ ഇന്ന് ആ കാര്യം ചെയ്തോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഏറ്റവും ബെസ്റ്റായി ചെയ്തതെന്ന് ചോദിക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പാസീവായ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് എക്സസൈസ് ചെയ്തോ? ശരിയാണ്, എക്സസൈസ് ചെയ്തു. ബട്ട് ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ്, ഏറ്റവും നന്നായി, ഏറ്റവും മികച്ച രീതിയിലാണോ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി റിഫ്ലക്റ്റീവായി ചിന്തിക്കുവാൻ സാധിക്കും. അല്ല, ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ ചോദ്യം ഡെയിലി ചോദിക്കുക. ഡിഡ് ഐ ഡു മൈ ബെസ്റ്റ്, നന്നായി വായിച്ചോ, നന്നായി പെരുമാറിയോ, നന്നായി ചിന്തിച്ചോ, നന്നായി ജോലി ചെയ്തോ, നന്നായി പ്ലാൻ ചെയ്തോ, എത്രയോ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഈ ട്രിഗർ എന്ന് പറയുന്നത് ചുമ്മാ സംഭവിക്കുന്നതല്ല. ട്രിഗർ എങ്ങനെയാണ് ആക്ഷനായി മാറുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു ട്രിഗർ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അല്ലെങ്കിൽ ഇന്റേണൽ, എക്സ്റ്റേണൽ, കോൺഷ്യസ്, അൺകോൺഷ്യസ്, ആൻറ്റിസിപ്പേറ്റഡ്, അൺഎക്സ്പെക്റ്റഡ്, എൻകറേജിങ്, ഡിസ്കറേജിങ്, പ്രൊഡക്റ്റീവ്, കൗണ്ടർ പ്രൊഡക്റ്റീവ് തുടങ്ങിയ ട്രിഗേഴ്സ്. ആ ട്രിഗേഴ്സ് ആദ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പൾസാണ്. ഒരു ട്രിഗർ വന്നപ്പോൾ നമുക്ക് എന്തോ ചെയ്യാനായിട്ട് തോന്നി. ഒരാൾ നമ്മെ ചീത്ത വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ കട്ടിൽ കണ്ടപ്പോൾ ഉറങ്ങാൻ തോന്നി, ഒരു വീഡിയോ കണ്ടപ്പോൾ കാണാൻ തോന്നി, മൊബൈൽ കണ്ടപ്പോൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരാൾ വഴക്ക് പറഞ്ഞപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. അതെല്ലാം ട്രിഗറിനോട് നാം പ്രതികരിക്കുന്ന ഇമ്പൾസ്. പെട്ടെന്ന് നമുക്ക് എന്തോ ചെയ്യാനായിട്ട് തോന്നുന്നു. ഇനി അവയർനെസ് ആണ്. അത് ചെയ്യാൻ തോന്നിയപ്പോൾ എന്ത് അവയർനെസ്സാണ് നമുക്കുണ്ടായത്? ആ ആക്ഷന് മുമ്പ് നമുക്ക് ഒരു അവയർനെസ്, ഒരു ചിന്തിക്കാനായിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ടോ? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും സംഭവിക്കുന്ന ട്രിഗർ ഉണ്ടായി, ഇമ്പൾസ് ഉണ്ടായി, നാം പെട്ടെന്ന് ആക്ട് ചെയ്യുകയാണ്. എന്നാൽ അതിനിടയിൽ 1-2 സ്റ്റെപ്പ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ട്രിഗർ ഉണ്ടായി, ഇമ്പൾസ് ആയിട്ട് തോന്നി, പക്ഷേ അവയർനെസ് വർക്ക് ചെയ്യുക. അവയർനെസ്സിലൂടെ ചോയ്സ് സെലക്ട് ചെയ്യുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ട്രിഗർ ഉണ്ട്, ശരിയാണ്, ഇമ്പൾസ് ഉണ്ട്, ശരിയാണ്.
എൻ്റെ അവയർനെസ് ഉപയോഗിച്ച് ചിന്ത ഉപയോഗിച്ച് ഞാൻ തീരുമാനിക്കുക എന്താണ് അവിടെ ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ശരിക്കും ബിഹേവിയർ ഉണ്ടാകുന്നത്. അവയർനെസ്സിന് ശേഷം ചോയ്സ് ഉണ്ടാകുന്നു, ചോയ്സിന് ശേഷമാണ് ബിഹേവിയർ ഉണ്ടാകുന്നത്. തീർച്ചയായും പുസ്തകം വായിക്കുക, ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഈ ട്രിഗേഴ്സിനെ കൺട്രോൾ ചെയ്താൽ, ട്രിഗേഴ്സിനെ നിയന്ത്രിച്ചാൽ, സെൽഫ് കൺട്രോൾ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ ജീവിതം വലിയ മാറ്റമുണ്ടാകും. പുസ്തകം വായിക്കുക. നിങ്ങൾക്ക്